ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു നാൽപ്പാമരാതി കേരം വെച്ചിട്ട് ഒരു സോപ്പാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഭയങ്കര ചൂടും മിക്കവർക്കും ചൂടുകുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണയുടെ സോപ്പ് വെച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ചൊറിച്ചിലും അങ്ങനെയുള്ള ചൂടുകുരും അതിനൊക്കെ നല്ല ആശ്വാസം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഒരു 1/2 കിലോ ബേസ് എടുത്തിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണ ഉണ്ടാക്കണത് ഒരു 10-15ഓളം ആയുർവേദ മരുന്നുകൾ ഇട്ടിട്ട് കാച്ചിയെടുക്കണ വെളിച്ചെണ്ണയാണ്. അപ്പം അത് നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിലിൽ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് എഴുതിയേക്കണത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വായിച്ച് പറയണില്ല കേട്ടോ. അപ്പം എന്തൊക്കെയോ അത്തി ഇത്തി അരയാൽ പേരാൽ മഞ്ഞൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒത്തിരി മരുന്നുകളൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുക്കണ വെളിച്ചെണ്ണയാണ് കേട്ടോ നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണ. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ചൊറിച്ചിലും ചൂടുകുരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും. അപ്പം നമുക്ക് അതിനായിട്ട് 1/2 കിലോ ഞാൻ സോപ്പ് ബേസ് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങളെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്സൊക്കെ ഒരുപാട് കുറവാണ്, എനിക്ക് ലൈക്കും കമൻസൊക്കെ തന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ സോപ്പ് ബേസ് എടുക്കണ്ട കേട്ടോ. അപ്പം ഒരു 1/2 കിലോ കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് 5 സോപ്പ് കിട്ടില്ല, കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് എടുക്കണം. നമ്മളെന്തായാലും മെൽറ്റ് ചെയ്യുമ്പോൾ ആ പാത്രത്തിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കുറേയൊക്കെ നമുക്ക് കുറവ് വരുമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണ. അപ്പോൾ ലൈറ്റിൻ്റെ ഇച്ചിരി കുറവുണ്ട്, പക്ഷേ എനിക്കത് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് തോന്നിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ നേരമാണ് ലൈറ്റിൻ്റെ കുറവ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കിലോ സോപ്പിനായിട്ട് 50 മില്ലി ഈ വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. 50 മില്ലി എന്നുള്ളത് ഒരു 52 മില്ലിയൊക്കെ ഞാൻ എടുത്ത്. പക്ഷേ നമ്മുടെ ബേസ് നല്ല ബേസ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നല്ല സോപ്പ് ബേസാണ്. സോപ്പിന് നല്ല രീതിയിൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ പറ്റും. അപ്പോൾ സോപ്പിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ബേസ് മോശമാണെങ്കിൽ നമുക്ക് ഈ 1/2 കിലോ സോപ്പ് ബേസിലേക്ക് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സോപ്പ് ഇങ്ങനെ ഞെങ്ങി ഇതാവണ്ട, ഒരു ബലമില്ലാത്ത പോലെ ആവും, പെട്ടെന്ന് മെൽറ്റായി പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ബേസ് അടിപൊളി ബേസ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ എല്ലാം നമുക്ക് ചേർക്കാം ഇതിൽ. അപ്പോൾ ഞാൻ 1/2 കിലോ ബേസിന് നമുക്ക് 50 മില്ലി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പക്ഷേ ഞാൻ ഈ വെളിച്ചെണ്ണ മാത്രം ഇപ്പോൾ ഒരു 52 മില്ലി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 5 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ 2 ടീസ്പൂൺ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 50 മില്ലിയുടെയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്കിന്നിനൊക്കെ അത് അത്രമേൽ ഗുണം ചെയ്യും കേട്ടോ. നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് അതൊക്കെ ഗുണം ചെയ്യും. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബേസ് ആണെങ്കിൽ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റായതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ബേസ് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ കളറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ കളറ് കിട്ടിയേക്കണത് കേട്ടോ. ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ ഒരു ആയുർവേദിക് സോപ്പെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് പൊക്കി ഒഴിച്ചാൽ നമുക്ക് ഇങ്ങനെ പത വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും താഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കണത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അതുപോലെ നമുക്ക് നല്ല കളർ വെക്കാനൊക്കെ ഈ സോപ്പ് നമുക്ക് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് 5 സോപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ബേസോ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല വില കുറവിന് തന്നെയാണ് ബേസൊക്കെ കൊടുക്കണം. ഒത്തിരി ലാഭമൊന്നും എടുക്കണില്ല ഞാൻ. അപ്പം എന്താണ് സോപ്പ് ബേസോ അതോ അതുപോലെ സ്മെല്ല് അങ്ങനെ സോപ്പിന് വേണ്ടതായ എന്തെങ്കിലും ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല ക്വാളിറ്റി ബേസ് തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. ഒത്തിരി വില സാധാരണക്കാരിൽ നിന്ന് അപേക്ഷിച്ച് വില കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2.5-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അത് അൺമോൾഡ് ചെയ്യണേണ്. അപ്പോൾ നല്ല അടിപൊളി നല്ല സോപ്പാണ് കേട്ടോ കിട്ടിയേക്കണം. നല്ല ബലമുണ്ട്, നല്ല സോപ്പാണ് കിട്ടിയേക്കണേ കേട്ടോ. അപ്പോൾ സോപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സോപ്പ് ബേസോ എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നല്ല 5 സോപ്പാണ് നമുക്ക് കിട്ടിയേക്കണത് കണ്ട. നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. നല്ല ബലമുണ്ട്, നല്ല സ്മെല്ലും, നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണം നൽകാനായിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ